സംബന്ധിച്ച് ഇവരെല്ലാവരും ശരിക്കും പറഞ്ഞാൽ കുറച്ച് വളർന്ന് നല്ല ഉരുക്ക് പോലെ ആയതിനു ശേഷം എന്തും ഫേസ് ചെയ്യാനുള്ള തగ్గടാതിനു ശേഷമാണ് സോഷ്യൽ മീഡിയ ഇവിടുത്തെ വളർന്നത്. അൻസുവിനെ സംബന്ധിച്ച് അൻസു വളരെ ചെറുതായിരിക്കുമ്പോഴാണ് അതിലേക്ക് വന്നു വരുന്നത്. അൻസു എങ്ങനെ ഇതൊക്കെ ഡീൽ ചെയ്യുന്നത്? കാണുമ്പോൾ വിഷമം തോന്നാറുണ്ടോ, അല്ലെങ്കിൽ എങ്ങനെ ഇതിനെ മാനേജ് ചെയ്യാം? ആക്ച്വലി ഞാൻ സോഷ്യൽ മീഡിയ ആക്റ്റീവ് ആയപ്പോൾ ഐ വാസ് 14. അന്ന് കോവിഡ് ആയ ടൈം കോളേജ്. ഹായ് ഗൈസ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോഴാണ് സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ അത്യാവശ്യം ഡിസ്കഷനിൽ വന്നത്. നമ്മളുടെ പേര് തന്നെ പറഞ്ഞപ്പോൾ പോയി. നമ്മുടെ കൃഷ്ണകുമാറിൻ്റെ മക്കളായിട്ടുള്ള അഹാനയുടെയും ഹൻസികയുടെയും ഒരു ഇൻ്റർവ്യൂ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിറഞ്ഞ് കമിഞ്ഞ് വഹിഞ്ഞ് നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഇൻ്റർവ്യൂ സോഷ്യൽ മീഡിയയിലെ ഡിസ്കഷൻ ആകുമ്പം എങ്ങനെയാ പറയാണ്ട് നിൽക്കുക? കാരണം എനിക്ക് ഇവരുടെ കണ്ടന്റ് പൊതുവേ ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. ഞാൻ ഇന്നലെ രാവിലെ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഫോൺ വീണാണ്. ദിയ കൃഷ്ണ ആളുടെ അശ്വിൻ്റെ അമ്മേനെ ആൻറ്റിയെ വിളിക്കൂ എന്ന് പറഞ്ഞിട്ടുള്ള പ്രസ്താവന, അത് തന്നെ ഞാൻ 2 ദിവസം വൈകിയാണ് ഇട്ടത്. പക്ഷേ ഈ ഇവരുടെ കണ്ടന്റ് കാണുമ്പോൾ എനിക്ക് ഇടാണ്ടിരിക്കാൻ തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ മണി പവർ മാറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു സാധനം ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ കണ്ടത് ഇവരുടെ കയ്യിലുള്ള. ഒരു മിനിറ്റ്, ഞാൻ പൊസിഷനൊന്ന് മാറ്റിയതാണ്. കാരണം ചൂടിൻ്റെ ഇടങ്ങേറുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് വീഡിയോ എടുക്കുന്നത്. എന്നാലും ഫാനിൻ്റെ കറക്റ്റ് കാറ്റ് കിട്ടാത്തതുകൊണ്ട് അപ്പോൾ വിഷയത്തിൽ നിന്ന് മാറല്ലേ. മണി പവറും മണിയും വെച്ച് കളി കളിക്കാൻ കൃഷ്ണകുമാർ ചേട്ടന് മാത്രമേ സാധിക്കൂ. ഇലക്ഷനിൽ നിന്ന് പൊട്ടുന്നുണ്ടെങ്കിലും ഇപ്പം എന്തോ പൊസിഷൻ കിട്ടി. ഈ പോലീസ് സപ്പോർട്ട് എന്ന് പറയുന്ന ആൾക്ക് ഭയങ്കര കൂടുതലാണ്. പണ്ടൊരു കോൺട്രവേഴ്സിയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ലൈഫ് ഓഫ് അനന്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കോൺട്രവേഴ്സി നമുക്കറിയാം. അത് കഴിഞ്ഞതിന് ശേഷം പല കോൺട്രവേഴ്സി ഉണ്ടായെങ്കിലും ഇവരുടെ ഒരു പവർ എനിക്ക് മനസ്സിലായത് ഞാൻ ഹൻസിക കൃഷ്ണേൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോഴാണ്. ഇവരുടെ 4ാമത്തെ മകളായിട്ടുള്ള ഹൻസിക കൃഷ്ണ എന്ന് പറയുന്ന ആളുടെ സബ്സ്ക്രിപ്ഷനിലെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം നല്ല രീതിയിൽ വൈറലായിരുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ട് യൂട്യൂബേഴ്സ് ഒരുപാട് പേര് അതിന് വീഡിയോസ് കാര്യങ്ങൾ ഇട്ടെങ്കിലും വീഡിയോസ് ഇട്ട് മണിക്കൂറുകൾക്കുള്ളിലാണ് സൈബർ സെല്ലിൻ്റെ സഹായത്തോടു കൂടി ബിലോ 18 എന്ന് പറഞ്ഞിട്ടുള്ള കുറേ 18+ ക്രൈറ്റീരിയ പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോസ് ടേക്ക് ഡൗൺ ചെയ്തത്. അപ്പോൾ അത്രയ്ക്ക് പവർഫുള്ളാണ് സൈബർ യുഗത്തിൽ ഇവർക്കുള്ളത്. എന്നാൽ ഇവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കണ്ടന്റ് ഇപ്പോൾ ഡിസ്കഷനാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഹാനയും ഹൻസികയുടെയും ഒരു ഇൻ്റർവ്യൂ ആണ്. സോ ഇന്നത്തെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളാരും മറക്കണ്ട. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ആദ്യം തന്നെ വാട്ട് ഈസ് മൈ ഒപ്പീനിയൻ അബൌട്ട് അഹാന ഹൻസിക വീഡിയോ. ആദ്യം തന്നെ ഇതൊരു നോർമൽ ഇൻ്റർവ്യൂ ആണ്. പക്ഷേ ഇൻ്റർവ്യൂവിൽ അവർ ചെറിയ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു ഒപ്പീനിയൻ പറയാം എന്ന് മാത്രം. ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോ കാണുന്ന അല്ലെങ്കിൽ എൻ്റെ വീഡിയോ റിലേറ്റ് ചെയ്ത് സംസാരിക്കുന്ന ആൾക്കാരോടൊക്കെ ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ദിയ കൃഷ്ണ അമ്മായി അമ്മേനെ ആൻറ്റി എന്ന് വിളിക്കണം എന്ന് പറഞ്ഞു. അത് ദിയയുടെ ഒരു ഒപ്പീനിയനാണ്. ഈ ഒപ്പീനിയൻ ദിയ മാറ്റണമെന്നോ ദിയ അമ്മേ എന്ന് വിളിക്കണമെന്നോ ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ദിയേൻ്റെ ഇഷ്ടം, ദിയേൻ്റെ ഒപ്പീനിയനിൽ തന്നെ അങ്ങ് നിന്നോട്ടെ. പക്ഷേ ആ ഒരു കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ചിട്ടുള്ള എൻ്റെ അഭിപ്രായം എനിക്ക് പറയാലോ, അത്രയേ ഇവിടെ നടക്കുന്നുള്ളൂ. അല്ലാണ്ട് ഒരു വ്യക്തിയുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ കയറി നമ്മൾ ചോദ്യം ചെയ്യില്ല. ആ അഭിപ്രായത്തിൻ്റെ എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ. കാരണം പല വ്യക്തികൾക്കും അത് തോന്നാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. ആൻഡ് എനിക്കിവരുടെ 4 ഡോട്ടേഴ്സിലും എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയുന്നത് അഹാന കൃഷ്ണയാണ്. ബ്ലോഗിൻ്റെ കേസിലാണെങ്കിലും പെരുമാറ്റത്തിൻ്റെ കേസിലാണെങ്കിലും ഒക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അഹാന ഇസ് ലൈക്ക് ഡൗൺ ടു എർത്ത് പേഴ്സൺ ആണ്, ഭയങ്കര ലവബിൾ ആണ്, ഭയങ്കര ക്രിയേറ്റീവാണ്, ഹൈലി ടാലൻറ്റഡ് ആണ്. ആൻഡ് ഷീ ഈസ് ഫാമിലി ഓറിയൻറ്റേറ്റഡ് ആയിട്ടുള്ളൊരു വ്യക്തി. ഫാമിലിക്ക് പ്രയർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന, ഫാമിലീനെ കെയർ ചെയ്യുന്ന, ഓവർ ക്യൂട്ട്നെസ് വാരിയിടലും ഓവർ ജാട വാരിയിടലും ആറ്റിറ്റ്യൂഡ് വാരിയിടലും ഒന്നുമില്ലാത്ത ഒരാൾ. അതുകൊണ്ട് തന്നെ അഹാനേൻ്റെ സൈഡിൽ നിന്നൊരു സാധനം വരിക എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ടാവും, ഒരുപാട് പേര് ഇരുന്ന് കാണുകയും ചെയ്യും. ഇറ്റ്സ് ഓൺലി ബിക്കോസ് അഹാന ഹാവ് എ ക്വാളിറ്റി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ ഇൻ്റർവ്യൂവിൽ ഇവർ വന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലോട്ടൊക്കെ നമ്മളുടെ ഒരു മുൻധാരണകൾ പോകാം. ബേസിക്കലി ഇപ്പം ജസ്റ്റ് ലൈക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നമ്മൾ കാണുന്ന പോലെ തന്നെയാണ് നമ്മുടെ യൂട്യൂബ് അക്കൗണ്ട് കാണുന്നത്. അല്ലാതെ നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിനെ ഒരു ലോകം മൊത്തം കാണുന്ന ബ്രോഡ്കാസ്റ്റിംഗ് ചാനൽ അങ്ങനെയല്ല കാണുന്നത്. അതായത് ഇപ്പൊ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ എന്റെ തോട്ട്സ് ഷെയർ ചെയ്യുന്ന പോലെ എന്റെ യൂട്യൂബ് ഹാൻഡിൽ ഞാൻ എന്റെ പെർസ്പെക്ടീവ് ദ വേ ലൈക്ക് ഫോർ എക്സാമ്പിൾ ജപ്പാൻ ത്രൂ മൈ ഐസ് ഞാൻ ഷെയർ ചെയ്തു. അതേപോലെ ഹൻസികയുടെ ചാനലിൽ ഹൻസികയുടെ പെർസ്പെക്ടീവ് ഇടുന്നു. നമ്മൾ അതിന് ഇത്രയായിട്ടാണ് കാണുന്നത്. എനിക്ക് ഇവരെ പറ്റി പേഴ്സണലി പറയാനുണ്ട്.
ഇവർക്ക് ഇവരുടെ കുടുംബം എല്ലാം കൂടെ കൂട്ടുകയാണെങ്കിൽ 4 മക്കൾ, അച്ഛൻ, അമ്മ, 6 യൂട്യൂബ് ചാനലാണ് ഇവർക്ക് മെയിനായിട്ടുള്ളത്. ആൻഡ് ഈ സിന്ധു കൃഷ്ണയുടെ ഒരു സിസ്റ്റർ ഉണ്ടല്ലോ, എനിക്ക് അവരുടെ പേര് കിട്ടുന്നില്ല, അവരുടെ ഒരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു, നീസ എന്ന് തോന്നുന്നു. അവരും കൂടെ കൂട്ടിയിട്ട് ഇവരുടെ കുടുംബത്തിന് മാത്രം 7 യൂട്യൂബ് ചാനലുണ്ട്. എല്ലാ ചാനലും നല്ല റീച്ചുള്ള ചാനലാണ്. വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ലക്ഷക്കണക്കിന് വ്യൂവും കിട്ടുന്ന ഒരു ചാനൽ തന്നെയാണ് ഇവരുടെ എല്ലാവരുടെ ചാനലും അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്, നല്ല രീതിയിലുള്ള കണ്ടന്റ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന കണ്ടന്റ് എൻ്റെ ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് കണ്ടാണ് സംസാരിക്കുന്നതെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ വീഡിയോ കാണുന്നത് 5-6 പേരല്ല. 1 ലക്ഷം 2 ലക്ഷം മുതൽ 1 മില്യൺ വ്യൂസാണ് നിങ്ങളുടെ പല കണ്ടന്റിനും കിട്ടുന്നത്. അപ്പോൾ ആ കണ്ടന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോസിറ്റീവ് ഒപ്പീനിയൻസും നെഗറ്റീവ് ഒപ്പീനിയനും ഒരുപോലെ സോഷ്യൽ മീഡിയയിൽ വരും. സപ്പോർട്ട് ചെയ്യുന്ന കാറ്റഗറി ഓഫ് ആൾക്കാരുള്ളത് പോലെ തന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു വലിയ കാറ്റഗറി ഓഫ് ആൾക്കാരും ഉണ്ട്. അത് അഹാന കൃഷ്ണൻ്റെ ലൈക്ക് ഫാമിലി വീഡിയോസിന് മാത്രമല്ല, ഈ എല്ലാവരുടെ വീഡിയോസിനും സപ്പോർട്ടേഴ്സും ഉണ്ട്, ഹേറ്റേഴ്സും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലോട്ട് ഒരു കണ്ടന്റ് ഇടുന്ന സമയത്ത് എൻ്റെ ഇൻസ്റ്റയിലാണ് ഇടുന്നത്, എൻ്റെ യൂട്യൂബിലാണ് ഇടുന്നത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സ്പേസിലോട്ട് വരുമ്പം അവിടെ കുറച്ച് കമ്മിറ്റ്മെൻറ്റ് കാണിച്ചുകൊണ്ട് ജെന്യുവനായി നീറ്റായിട്ട് കണ്ടന്റ് ഇടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. അതിപ്പോൾ നിങ്ങളാണെങ്കിലും ഞാനാണെങ്കിലും ആര് വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും. ശരിക്കും സോഷ്യൽ മീഡിയയിൽ നിന്ന് ഭയങ്കരമായിട്ടുള്ള സ്നേഹം കിട്ടാറുള്ള ഒരു ഫാമിലിയാണ് നിങ്ങൾ. എല്ലാവർക്കും ശരിക്കും വാരിക്കോരിയത് കിട്ടാറുണ്ട്. സ്നേഹത്തിന്റെ കൂടെ തന്നെ ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ട് വേറൊരു കാര്യം കൂടെ ഉണ്ട്, അത് സൈബർ അറ്റാക്ക് ആണ്. ചിലപ്പോഴൊക്കെ അത് ചിലപ്പോൾ ആഴ്ചയിലും മാസത്തിൽ ഏതെങ്കിലും കാര്യത്തിൽ എങ്ങനെയെങ്കിലും വന്ന് പെടാറുണ്ട്. അപ്പോൾ ഹൻസുവിനെ സംബന്ധിച്ച് ഇവരെല്ലാവരും ശരിക്കും പറഞ്ഞാൽ കുറച്ച് വളർന്ന് നല്ല ഉരുക്ക് പോലെ ആയതിനു ശേഷം എന്തും ഫേസ് ചെയ്യാനുള്ള തന്നിടാതിനു ശേഷമാണ് സോഷ്യൽ മീഡിയ ഇവിടുത്തെ വളരുന്നത്. ഹൻസുവിനെ സംബന്ധിച്ച് ഹൻസു വളരെ ചെറുതായിരിക്കുമ്പോഴാണ് അത് വന്നു വരുന്നത്. ഹൻസു എങ്ങനെ ഇതൊക്കെ ഡീൽ ചെയ്യുന്നത്? കാണുമ്പോൾ വിഷമം തോന്നാറുണ്ടോ, അല്ലെങ്കിൽ എങ്ങനെ ഇതിനെ മാനേജ് ചെയ്യാം? ആക്ച്വലി ഞാൻ സോഷ്യൽ മീഡിയ ആക്റ്റീവ് ആയപ്പോൾ I was 14. അന്ന് കോവിഡ് ആയ ടൈം, സ്കൂളൊക്കെ അടച്ചിട്ട്, ഞാൻ സ്കൂളൊന്നും ഇല്ല, ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. നമുക്ക് പണ്ട് 2020 ഒരു ഭയങ്കര ഒരു സൈബർ ബുള്ളിങ് ഒരു അറ്റാക്ക് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് അന്ന് ഫസ്റ്റ് സംഭവിച്ചപ്പോൾ ബിറ്റ് എഫക്ട്, എനിക്ക് ഭയങ്കര വിഷമമൊക്കെ ആയോ എന്ത് എന്നുള്ള രീതിയിൽ. പക്ഷേ വി ഡിഡ് ഫീൽ ലൈക്ക് ഓയോ ഇറ്റ്സ് ദി എൻഡ് എന്നുള്ള രീതിയിൽ. പക്ഷേ അവിടെ നിന്നുള്ള വി സ്റ്റാർട്ട് ഗ്രോയിങ് സ്ലോലി. എനിക്ക് അത്രയും കുഞ്ഞിലെ എന്നെ അതൊക്കെ ഞാൻ ഫേസ് ചെയ്തത് കൊണ്ട് ഇപ്പോൾ ഒക്കെ ഹേറ്റ് ഒക്കെ കണ്ട് നമുക്കതൊരു പ്രശ്നമല്ല. എന്ന് വെച്ചാൽ മാക്സിമം ഇഗ്നോർ ചെയ്യാൻ നോക്കും. സോ കുഞ്ഞിലെ തൊട്ട് അങ്ങനെ ആയതുകൊണ്ട് എപ്പോഴും എവിടെയെങ്കിലും ആൾക്കാർ എന്തെങ്കിലും ഹേറ്റ് ഒക്കെ പറയണം, അത് നമ്മൾ അത്രയ്ക്ക് ബോധറുണ്ട്. ബിക്കോസ് നമ്മൾ ഇഷ്ടമുള്ള കുറേ ആൾക്കാരുണ്ട്. എപ്പോഴും ഹേറ്റിന് മേളിൽ തന്നെയായിരിക്കും നമ്മൾ ഇഷ്ടമുള്ള ആൾക്കാർ. അങ്ങനെ കുഞ്ഞിലെ തൊട്ട് നമ്മുടെ ഫാമിലി എല്ലാവരും ഫേസ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്താൽ ഫുൾ ഫാമിലി മെമ്പേഴ്സ് ഉണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാനും, എല്ലാവരും ഒന്നിച്ച് നിൽക്കും. സോ കുഞ്ഞിലെ തൊട്ട് ഇതൊക്കെ കാണുന്നത് നൗ ഐ എം റിയലി യൂസ്ഡ് ടു ഇറ്റ്. ഇപ്പൊ എത്ര വർഷമായി? ഹൻസികയുടെ ഈ മറുപടി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഒരു നെഗറ്റീവ് കോൺട്രവേഴ്സി വരുന്ന സമയം തന്നെ സോഷ്യൽ മീഡിയ പൂട്ടിക്കൊണ്ട് പോകേണ്ട ഒരു സാധനമൊന്നുമല്ല. നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കുമ്പോൾ പോസിറ്റീവ് കോൺട്രവേഴ്സിയും നെഗറ്റീവ് കോൺട്രവേഴ്സിയും ഒരു വ്യക്തിയായി ബന്ധപ്പെട്ടുണ്ടാവും. പോസിറ്റീവ് മാത്രമേ ഉണ്ടാക്കാൻ പറ്റൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടക്കുന്ന കാര്യമല്ല. നെഗറ്റീവും കേൾക്കും. അത് കേട്ട സമയം ഡൗൺ ആയാലും അതിൽ നിന്ന് കമപ്പ് ചെയ്യാനുള്ള ഒരു കഴിവ് എനിക്കുണ്ട് എന്ന് പറഞ്ഞ ഒരു സാധനത്തിനോട് ഞാൻ യോജിക്കുന്നു. എന്നാൽ ഇതിൽ പറഞ്ഞ 2 സാധനം ഇപ്പോൾ റീസെൻ്റ്ലി സോഷ്യൽ മീഡിയയിൽ ഏറ്റവും ഡിസ്കഷനായി നിന്നത് ഹൻസികയുടെ ഒരു കോൺട്രവേഴ്സിയാണ്. കോൺട്രവേഴ്സി എന്താണെന്നുള്ളത് ഞാൻ പറയാണ്ട് തന്നെ അറിയാം. ഹൻസികയുടെ സബ്സ്ക്രിപ്ഷൻ ഉണ്ടാക്കുന്നു, അതിലെ കുറച്ച് വീഡിയോസ് പല സൈറ്റുകളിൽ അപ്ലോഡ് ആവുന്നു. ആ സൈറ്റിൽ നിന്ന് അത് എടുത്തിട്ട് ഫേസ്ബുക്ക്, യൂട്യൂബ് പോലെയുള്ള പല പ്ലാറ്റ്ഫോമിൽ വരുന്നു. കുറേ പേര് വീഡിയോ എടുക്കുന്നു. എടുത്ത വീഡിയോസ് കുറേ ആൾക്കാരെ കൊണ്ട് സൈബർ സെല്ല് വഴി ടേക്ക് ഡൗൺ ചെയ്യിക്കുന്ന ഒരു സിറ്റുവേഷനിലോട്ട് പോകുന്നു. ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനൊരു സാധനം വന്ന സമയത്ത് ഹൻസിക തന്നെ പറഞ്ഞു, ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ നെഗറ്റീവ് കോൺട്രവേഴ്സി വരുമ്പം ആദ്യം എന്നെ ബോദർ ചെയ്യായിരുന്നു, ഇപ്പം എന്നെ ബോദർ ചെയ്യുന്നില്ല. കാരണം എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് വ്യക്തികൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കാം. ബോദർ ചെയ്യുന്നില്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ വീഡിയോസ് മുഴുവൻ നിങ്ങൾ ടേക്ക് ഡൗൺ ചെയ്യുന്നത്? നിങ്ങളുടെ ഫാമിലിയുടെ ഒരു മെയിൻ ക്വാളിറ്റിയാണത്. നിങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കിയാൽ അപ്പം അങ്ങ് ടേക്ക് ഡൗൺ ചെയ്യിക്കുക. ഇത്രയും നെഗറ്റീവ് കോൺട്രവേഴ്സീനെ പേടിക്കാത്ത, നെഗറ്റീവ് കോൺട്രവേഴ്സീനെ ബോദർ ചെയ്യാത്ത ഒരു സ്ട്രോങ് ബോൾഡ് ഫാമിലി ആണെങ്കിൽ എന്തിനാണ് ഇങ്ങനത്തെ വീഡിയോസ് കാര്യങ്ങൾ വരുമ്പോൾ വളരെ ഫാസ്റ്റായിട്ട് ഇങ്ങനൊരു ഇനീഷ്യേറ്റീവ് എടുക്കുന്നത്? ഇതാണ് ഒരു ചോദ്യം. ആൻഡ് സെക്കൻഡ് ചോദ്യം, വളരെ സപ്പോർട്ടീവായിട്ടുള്ള ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്. യു ആർ ലക്കി. കാരണം നിങ്ങളുടെ ഫാമിലി ഫുള്ള് സോഷ്യൽ മീഡിയയിലായതുകൊണ്ട് തന്നെ എല്ലാവർക്കും അതിൻ്റെ പോസിറ്റീവ്സ് നെഗറ്റീവ്സ് അറിയുന്നതുകൊണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ ഈ നെഗറ്റീവ്സ് അറിയുന്ന ഫാമിലി മെമ്പേഴ്സിനും ചില തെറ്റുകൾ നമ്മൾ ചെയ്യുമ്പോൾ പറഞ്ഞു കൊടുക്കാൻ പറ്റണം. അതിലെന്തെങ്കിലും തെറ്റുണ്ടോ? ഇപ്പോൾ സോഷ്യൽ മീഡിയ ഹൻസിനേക്കാളും യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് ഹൻസിൻ്റെ ഫാമിലി മെമ്പേഴ്സ്. അപ്പോൾ മോളെ സബ്സ്ക്രിപ്ഷൻ തുടങ്ങുക, അതിൽ മോൾ ഇങ്ങനത്തെ വീഡിയോസ് കാര്യങ്ങൾ ഇട്ടാൽ പലരും റെക്കോർഡ് ചെയ്ത് പുറത്തു കൊണ്ടുപോകാനും വലിയ കോൺട്രവേഴ്സി ഉണ്ടാവും എന്നൊരു കാര്യം ഈ സപ്പോർട്ടീവ് ഫാമിലി ഹൻസികയ്ക്ക് പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് ഇത്രയും വലിയൊരു കോൺട്രവേഴ്സി സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകും.
സോ ഫാമിലി സപ്പോർട്ട് ചെയ്യണം, നല്ല കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണം. മോശം കാര്യം വരുന്ന സമയത്ത് അത് പറഞ്ഞ് മനസ്സിലാക്കി കറക്റ്റ് ചെയ്യാനും പറ്റണം. ഈ ഒരു സാധനം ഹൻസിക പറഞ്ഞതിനെ ഞാനൊന്ന് കൗണ്ടർ ചോദ്യം ചെയ്ത് നോക്കുകയാണ്. ശരിയല്ലേ? ഹൻസികയുടെ സിസ്റ്റർ അഹാനയ്ക്ക് സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. അഹാനയുടെ സബ്സ്ക്രിപ്ഷനിൽ ഒരു വീഡിയോസ് പോലും സോഷ്യൽ മീഡിയയിൽ ലീക്ക് ആയിട്ടില്ല. പൊതുവേ കേട്ടിട്ടുള്ളത്, എന്നാൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് എനിക്കറിയില്ല, പൊതുവേ അഹാനേൻ്റെ സബ്സ്ക്രിപ്ഷനുമായി ബന്ധപ്പെട്ട് കേട്ട എന്താണെന്ന് വെച്ചാൽ വ്ളോഗ് കണ്ടന്റുകളാണ് അഹാന കൂടുതലും അതിലിടുന്നത്. കാരണം അഹാനേൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് അല്ലെങ്കിൽ യൂട്യൂബ് പേജ് ശ്രദ്ധിച്ചാൽ കുറേ എസ്തെറ്റിക് ബ്യൂട്ടിഫുൾ വീഡിയോസ് കോണ്ടന്റ് ആണുള്ളത്. അപ്പോൾ ഈ ചവറ് പറ പോലെ വീഡിയോ ഇടാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടായിരിക്കാം ഇങ്ങനത്തെ കണ്ടന്റുകൾ സബ്സ്ക്രിപ്ഷനിൽ കൊണ്ടുപോയി ഇടുന്നത്. അപ്പം അഹാനയ്ക്കെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കാമായിരുന്നു. 4150 സബ്സ്ക്രൈബറാണ് ഇപ്പോൾ ഉള്ളത്. ഒരു മാസത്തേക്ക് 390. ഊയിൻ്റെ അപ്പ ഒന്ന് കൂട്ടി നോക്കി, എന്നിട്ട് കാൽക്കുലേഷൻ അങ്ങ് ഇട്. കാരണം ഈ പെൺകുട്ടി ഒക്കെ ഉണ്ടാക്കുന്ന പൈസയെ അമ്മയിൽ നിന്ന് ലേൺ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്താ രണ്ടുപേരും? അമ്മയിൽ നിന്ന് ലേൺ ചെയ്തിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഷീസ് എ വെരി കേപ്പബിൾ പേഴ്സൺ. അതായത് ഇപ്പൊ നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഒരുപാട് സിറ്റുവേഷൻസ് അമ്മ ഭയങ്കര കേപ്പബിൾ ആയിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മളെല്ലാവരും നമ്മളെ സ്വയം വളരെ കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാരായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ നമ്മൾ ഒരിക്കലും വിചാരിക്കില്ല ദാറ്റ് ആസ് എ ഗേൾ വി ആർ ലെസ് കേപ്പബിൾ, അല്ലെങ്കിൽ ഇത് നമുക്ക് പറ്റില്ല. അപ്പൊ കാരണം അമ്മയെല്ലാം ഭയങ്കര ടഫായിട്ടാണ് ഡീൽ ചെയ്യുന്നത്. അപ്പം അത് ഡെഫിനറ്റ്ലി നമുക്ക് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ വേറെന്താണ്, ഇപ്പം കുഞ്ഞിലെ തൊട്ട് നമുക്ക് എന്തെങ്കിലും ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അമ്മ അത് നമ്മളത് ഡിഫിക്കൽട്ട് ആണെന്ന് അറിയത്തില്ല. ആ രീതിയിൽ നമുക്കത് കംഫർട്ടബിൾ ആക്കി തരും കുഞ്ഞിലെ തൊട്ട് എല്ലാവരുടെയും കാര്യത്തിൽ. അപ്പം അമ്മ ഇങ്ങനെ എപ്പോഴും ലൈക്ക് ഒരു ഗിവ് അപ്പ് സിറ്റുവേഷനെ കാണത്തില്ല. അമ്മയ്ക്കായാലും അച്ഛനായാലും ദേ ഓൾവേസ് നമുക്ക് അഡ്വൈസ് തരും, എന്താണെങ്കിലും ഗിവ് അപ്പ് ചെയ്യരുത് എന്നുള്ള രീതിയിൽ. അപ്പോൾ കുഞ്ഞിലെ തൊട്ട് എത്ര ഡിഫിക്കൽട്ടീസിലൂടെ നമ്മൾ പോയെങ്കിലും നമുക്കത് അത്രയ്ക്ക് നമ്മൾ അന്ന് എഫക്ട് ചെയ്തിട്ടില്ല. ബിക്കോസ് നമ്മുടെ പേരൻസ് അത്രയ്ക്ക് നമ്മളെ മാക്സിമം കംഫർട്ടബിൾ രീതിയിലാണ് വളർത്തിയത്. നമ്മൾ പിന്നെ വലുതായിട്ട് റിയലൈസ് ചെയ്യുമ്പോൾ ലൈക്ക് അത്രയ്ക്ക് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ആയിരുന്നല്ലോ, ബട്ട് സ്റ്റിൽ ഗുഡ്. ബട്ട് അറ്റ് ദ സെയിം ടൈം എല്ലാ അമ്മമാരും അങ്ങനെ തന്നെയാണ് ചെയ്യുക. എല്ലാ അമ്മമാരും അങ്ങനെ തന്നെയാണ് ചെയ്യുക എന്നുള്ളൊരു പോയിന്റും കൂടെ ഞാനിവിടെ കൺവേ ചെയ്യാണ്. ആൻഡ് സെക്കൻഡ് തിങ്, അഹാന കൃഷ്ണയുടെ അമ്മ എന്ത് തരത്തിലുള്ള സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോയത് എന്നുള്ളത് പേഴ്സണലി നമുക്കറിയില്ല. കാരണം ഇപ്പോൾ വ്ളോഗ് വന്നപ്പോഴാണ് ഇവരുടെ ലൈഫ് നമ്മൾ മെയിനായിട്ട് കാണുന്നത്. അതിന് മുമ്പുള്ള ലൈഫൊന്നും അറിയില്ല. മേ ബി 4 പെൺകുട്ടികളെ വളർത്തിക്കൊണ്ട് വരുന്ന സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കാം. ആൻഡ് എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ളത് വളരെ ഫിനാൻഷ്യലി വീക്കായിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആൾക്കാരെ ഒന്നും ആണെന്ന് എനിക്ക് പേഴ്സണലി അറിയില്ല. അത്യാവശ്യം കൃഷ്ണകുമാർ എന്ന് പറയുന്ന ആക്ടർ അത്യാവശ്യം അന്നത്തെ സമയങ്ങളിൽ ഫേമസ് ആയി നിന്ന ഒരുവിധം മൂവീസിലും സീരിയൽസിലും മെയിൻ റോൾ അഭിനയിച്ചിട്ടുള്ള വ്യക്തി തന്നെയാണ്. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റെബിലിറ്റി സിറ്റുവേഷൻസ് ഒക്കെ കടന്നു പോയോ എന്ന് എനിക്കറിയില്ല. അതിനെക്കുറിച്ചുകൂടെ പറയാത്തതുകൊണ്ട് തന്നെ എനിക്ക് മെൻഷൻ ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഒരു പോവേർട്ടി ഫേസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിൽ കൂടെ ഇവർ പോയിട്ടുണ്ടാവും എന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. ആ പോവേർട്ടി സിറ്റുവേഷനിലും താൻ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ മാറ്റിവെച്ച് മക്കൾക്ക് കൊടുക്കുന്ന അമ്മമാരും ഈ ലോകത്തുണ്ട്. അപ്പം അമ്മ എന്ന് പറയുന്ന വേർഡിന് എപ്പോഴും ഒരു പ്യൂരിറ്റി ഉണ്ട്. അല്ലെങ്കിൽ ഇറ്റ്സ് ലൈക്ക് എപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, ദൈവത്തിന് ഈ ലോകത്ത് എല്ലായിടത്തും എല്ലാ പ്ലേസിലും എത്താൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ദൈവം അമ്മേനെ ക്രിയേറ്റ് ചെയ്തത്. കാരണം ദൈവത്തിന് പകരമാണ് നമുക്ക് എന്ത് സിറ്റുവേഷൻ വരുമ്പോഴും. ഇപ്പം ഞാൻ തന്നെ പറയലുണ്ട്, ഞാനിപ്പോൾ എൻ്റെ വർക്ക് കഴിഞ്ഞ് വന്ന് വർക്കിന് പോയി കഴിഞ്ഞ് വന്ന എൻ്റെ കോലമാണിത്. ഞാൻ ജസ്റ്റ് ഫുഡ് നൈറ്റത്തെ ഡിന്നർ കഴിച്ച് ഞാൻ വീഡിയോ എടുക്കാൻ കയറിയിരിക്കുകയാണ്. ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തി എന്നെ ഇത്രത്തോളം ഇവിടെ കംഫർട്ടബിൾ ആവുന്നതും എനിക്ക് ഇത്ര ഫ്രീ ആയിട്ട് റിലാക്സ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നതും അത്ര സ്ട്രെസ് എടുക്കാത്തതും ഇറ്റ്സ് ഓൺലി ബിക്കോസ് ഐ ഹാവ് മൈ അമ്മ ഹിയർ ടു ടേക്ക് കെയർ ഓഫ് മീ ആൻഡ് ദിസ് ഹോൾ ഫാമിലി. അപ്പം ഇറ്റ്സ് എ അടിപൊളി ഫീലിംഗ്. നമ്മളുടെ അമ്മമാർ ഇതൊന്നുമല്ല, ഇതിക്കപ്പുറം വാട്ട് ഈസ് ലവ്, വാട്ട് ഈസ് കെയർ, വാട്ട് ഈസ് സെക്യൂരിറ്റി എന്ന് വാട്ട് ഈസ് അമ്മ എന്ന് പറയുന്ന ഒരു ഇമോഷൻ അത് അമ്മയ്ക്ക് മാത്രമേ ഈ ലോകത്ത് ആർക്കും പറഞ്ഞു കൊടുക്കാൻ സാധിക്കൂ. അല്ലെങ്കിൽ നിങ്ങളുടെ ചോയ്സാണ് എന്താണ് ഓഡിയൻസ് കാണേണ്ടത് എന്നുള്ളത്. എങ്ങനെയായിരിക്കും അതിനെ നിങ്ങൾ തരം തിരിക്കുക? ഈ ഒരു പബ്ലിക് ആക്കേണ്ടത് അല്ലെങ്കിൽ പ്രൈവറ്റ് ആക്കി വെക്കേണ്ടത് എന്നുണ്ട്. ചിലപ്പോൾ മനസ്സാവാതെ അറിയാത്ത കാര്യങ്ങൾക്ക് പോലും ബ്ലോഗിൽ വന്ന എഡിറ്റഡ് ആയിട്ടുള്ള ബ്ലോഗിൽ വന്ന കാര്യത്തിൽ പോലും ചിലപ്പോൾ ആളുകൾ പഠിക്കുന്നതും പലപ്പോഴും കേൾക്കാറുണ്ട്. അപ്പൊ എനിക്ക് പേഴ്സണലി അങ്ങനത്തെ, കാരണം ഞാൻ അത്രയും ശ്രദ്ധിച്ച്, കാരണം ഇപ്പം ഒരു ട്രാവൽ ബ്ലോഗ് ആണെങ്കിൽ ഐ ജസ്റ്റ് ഡോക്യുമെന്റ് ഓൾ മൈ എക്സ്പീരിയൻസസ് ആൻഡ് ദെൻ തിരിച്ചൊക്കെ വന്നിട്ട് ഞാൻ അതിന് എഡിറ്റ് ചെയ്യും. അപ്പം എഡിറ്റ് ചെയ്യുമ്പോൾ ആ ഒരു എഡിറ്റ് നറേറ്റീവിന് സൂട്ട് ആവുന്ന പോലത്തെ സാധനങ്ങൾ. അതിലിപ്പം വേണ്ടാന്ന് പറഞ്ഞ് കട്ട് ചെയ്ത് കളയുന്ന ചിലപ്പോൾ എനിക്ക് എന്തെങ്കിലും ലാഗ് തോന്നുന്നതോ അല്ലെങ്കിൽ ആവശ്യമില്ലാന്ന് തോന്നുന്നതോ ആയിട്ടുള്ള ഫുട്ടേജസ് ആയിരിക്കും. അപ്പം ഞാൻ യൂഷ്വലി ഇപ്പോൾ ഒരു എന്റെ വ്ളോഗ്സിനെ, എന്റെ ട്രാവൽ വ്ളോഗ്സിനെയൊക്കെ ഞാനൊരു കുഞ്ഞു സിനിമ പോലെയാണ് ഞാൻ അതിനെ കാണുന്നത്. അപ്പൊ ഞാൻ അത്ര ശ്രദ്ധിച്ച് നോക്കി എഡിറ്റ് ചെയ്ത് അത് റിവ്യൂ ചെയ്ത് അങ്ങനെയാണ് യൂഷ്വലി. അപ്പൊ എനിക്കങ്ങനെ വേണ്ടാത്തതൊന്നും ഇട്ട് വന്നിട്ടുള്ള എക്സ്പീരിയൻസ് എനിക്കധികം വന്നിട്ടില്ല. കാരണം ഞാൻ യൂഷ്വലി അത്ര നോക്കിയാണ് ഇടുന്നത്. ഈ കണ്ടന്റ് ക്രിയേഷനിലേക്ക് ഇപ്പൊ വരുന്ന സമയത്താണെങ്കിൽ പോലും ഇവര് തന്നെയല്ലായിരുന്നു ഇൻസ്പിറേഷൻ?
ആക്ച്വലി യൂട്യൂബ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത് അമ്മോ ഇല്ല ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. എന്നിട്ട് നമ്മുടെ വീട്ടിൽ ഇങ്ങനെ എല്ലാവരും അച്ഛനും പറയുന്നത് നിങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യും, നല്ല വൈബായിരിക്കും, എല്ലാവർക്കും കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യും. അങ്ങനെയാണ് ചുമ്മാ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. എസ്പെഷ്യലി ആ കോവിഡ് ടൈമിൽ നമുക്ക് സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് വി വർ സോ ഫ്രീ. അങ്ങനെ അമ്മൊക്കെ ചെയ്യുന്ന കോണ്ടന്റ് ഒക്കെ കണ്ടിട്ട് നമ്മളിങ്ങനെ വ്ളോഗ് ഒക്കെ എടുത്ത്, അമ്മൂന്റെ വ്ളോഗ്സ് ആർ നോൺ ഫോർ ദ എസ്തെറ്റിക് ആൻഡ് എഡിറ്റിംഗ്. അതൊക്കെ പണ്ടൊക്കെ ഞാൻ ഇട്ട വ്ളോഗിനൊന്നും ഒരു എസ്തെറ്റിക് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ സ്ലോലി അമ്മൂന്റെ എഡിറ്റിംഗ് ഇൻസ്പയർ ആയി ഞാൻ അഹാന പറഞ്ഞ ഈ ഒരു സാധനം ക്ലിയർ കട്ടാണ്. കാരണം ആളുടെ വ്ളോഗിൽ പ്രത്യേകിച്ച് ഒന്നും എഡിറ്റ് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ ഒന്നും ഉണ്ടാവില്ല. കാരണം അത്രയ്ക്ക് എസ്തെറ്റിക്കലി ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ആൾ പല കാര്യങ്ങളും കാണിക്കുന്നത്. ഈവൺ ഒരു വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 10 തവണയെങ്കിലും ചെക്ക് ചെയ്തിട്ടുണ്ടാവും. കാരണം അതിലൊരു വേർഡിലൊരു മിസ്റ്റേക്കോ ഒന്നും ആളുടെ വീഡിയോയിൽ കാണാനില്ല. ഞാനിപ്പോൾ ദിയാകൃഷ്ണ എന്ന് പറയുന്ന ഒരു വ്യക്തി ആ വീഡിയോ എഡിറ്റ് ചെയ്തതിന് ശേഷം ഒരു തവണ ചെക്ക് ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു സാധനം കാണാമായിരുന്നു. ഹൻസിക എന്ന് പറയുന്ന ഒരു വ്യക്തി സബ്സ്ക്രിപ്ഷനിൽ പോയി ഒരു തവണ ആ വീഡിയോ ഇടുന്നതിന് മുമ്പ് ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇത് നാളെ ഡിസ്കഷൻ ആവും എന്നുള്ള മനസ്സിലാക്കായിരുന്നു. അപ്പം ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് നല്ലൊരു മോഡൽ നിങ്ങളുടെ ഫാമിലിയിൽ തന്നെയുണ്ട്. ലൈക്ക് ഹൗ ടു ബിഹേവ്, ഹൗ ടു എഡിറ്റ് എന്നൊക്കെ പറയുന്ന സാധനം. ഞാൻ പൊതുവെ ഇവരുടെ വ്ളോഗ് കാണുന്ന സമയത്ത് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് ഇവർ മൂന്നും വളരെ ക്ലോസും അഹാന കുറച്ച് ചേച്ചി ഫിഗറുമായിട്ട് നിൽക്കുകയാണെന്നുള്ളത്. കുറേ കാര്യങ്ങളിൽ ചേച്ചി ഫിഗർ നല്ലത് തന്നെയാണ്. മെച്യൂരിറ്റിയിലും ബിഹേവിയറിലൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് യു ക്യാൻ ലേൺ ഹർ. നിങ്ങൾക്ക് എല്ലാവർക്കും ലേൺ ചെയ്യാൻ പറ്റുക. അപ്പം ഒരു വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒന്ന് റീവാച്ച് ചെയ്ത് നോക്കിയാൽ എന്തൊക്കെ മണ്ടത്തരങ്ങളാണ് അതിൽ പറഞ്ഞു കൂട്ടിയെന്നുള്ള മനസ്സിലാക്കാൻ പറ്റും. കാരണം വഴി പോകുന്നവർ എന്ന് പറയുന്ന ഒരു ടേമിൽ നിന്നാണ് ഇത്രയും ഹെയ്റ്റും ഇത്രയും അൺസബ്സ്ക്രൈബും ദിയുടെ ചാനലിൽ വന്നിട്ടുള്ളത്. അപ്പം ഈ ഒരുപാട് സ്ട്രൈക്കും അതും ഇതിനൊക്കെ നടക്കുന്നതിലും ഏറ്റവും നല്ലത് ജസ്റ്റ് തിങ്ക്, നിങ്ങൾക്ക് നല്ല റീച്ചുള്ള ചാനലാണ്, നിങ്ങൾ നല്ല ഏർണിംഗ് നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, നല്ല രീതിയിൽ ബ്യൂട്ടിഫുൾ ഏൺ ചെയ്യണം. ഇപ്പോൾ ഈ റീസെൻ്റ്ലി അഹാന ഇട്ടിട്ടുള്ള ഒരു കോണ്ടന്റ് ലൈക്ക് അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി. നമുക്കിങ്ങനെ കണ്ടിരുന്നാൽ ഒരു ഫീൽ ഗുഡ് ഫീല് വരുന്ന ഒരു ക്ലിപ്പായിരുന്നു. അങ്ങനത്തെ അടിപൊളി കണ്ടൻസുകൾ ഇറക്കുക, റീച്ച് ഉണ്ടാക്കുക. 1 മില്യൺ 2 മില്യൺ 3 മില്യൺ. അതൊരു സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരു ഡിസ്കഷൻ ആവട്ടെ. എന്തിനാണ് വെറുതെ ഇമാതിരി പരിപാടിക്ക് പോകുന്നത്? അഹാനയിൽ നിന്ന് കിട്ടുന്ന ഈ പാഠങ്ങളൊക്കെ പഠിച്ചുകൊണ്ട് ഇനിയും കോൺട്രവേഴ്സിക്ക് ഒരു അവസാനം ഉണ്ടാവട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ സ്ട്രൈക്കും വെച്ച് നടക്കേണ്ടി വരും. സോ ഗൈസ്, ദാറ്റ്സ് ഇറ്റ്. അടുത്ത വീഡിയോ വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം അമിയ അൺഫിൽറ്റർഡ്.